ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് കുറച്ച് ടിപ്സായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. കിച്ചൺ ടിപ്സും എല്ലാം ഉണ്ട് അതിൽ, ക്ലീനിങ് ടിപ്സും ഒക്കെ ആയിട്ട്. ആദ്യമായിട്ട് ഞാൻ പരിചയപ്പെടുത്താൻ പോണത് നമ്മുടെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാർപ്പണിങ് സ്റ്റോൺ, മൂർച്ചയാക്കാനുള്ള കല്ലാണത്. കത്തി അങ്ങനത്തെ സാധനങ്ങളൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും, അറിയാത്തവർക്ക് ഇതൊരു ഉപയോഗമാകും. അപ്പോൾ ഈ സ്റ്റോണ് നമുക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത്ര വലിയ വിലയൊന്നുമില്ല. എന്നിട്ട് അതിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിനെങ്ങനെ വെക്കുക, യൂസർ ഫ്രണ്ട്ലി ആണ് കേട്ടോ. അതിനെ വെച്ചിട്ട് കത്തി ഇങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ ഉരച്ചാൽ മതി. തിരിച്ചും മറിച്ചും എന്താ ഇവിടെ നല്ല ഷാർപ്പാവും. ഇതിപ്പോൾ നമ്മൾ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ കത്തിക്ക് ഷാർപ്പ് പോരാ പറഞ്ഞാൽ നമ്മളിത് എടുത്തിട്ട് വേഗം ഇന്നിങ്ങനെ ഉരച്ചാൽ മതി കത്തി. ചെയ്യാൻ പോണ ഈ ഗ്രൈൻഡർ, മിക്സി അതൊക്കെ ഇല്ലേ, അതൊക്കെ നമ്മൾ എങ്ങനെ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് നോക്കണം കേട്ടോ. അപ്പോൾ അതിൽ വന്നിട്ട് ചില ഏരിയയൊക്കെ വന്നിട്ട് നമുക്ക് സ്ക്രബ്ബർ വെച്ച് തേക്കുമ്പോൾ പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അതെങ്ങനെ ചെയ്യണമെന്നൊന്ന് നോക്കാം. ഈ ഗ്രൈൻഡറൊക്കെ കഴുകുമ്പോൾ നല്ലൊരു പുതിയ ബ്രഷ് എടുക്കുക കേട്ടോ. ടൂത്ത് ബ്രഷ്, യൂസ് ചെയ്യാത്ത ബ്രഷായിരിക്കണം. എന്നിട്ട് അതിൻ്റെ സൈഡൊക്കെ വന്ന് നമ്മളൊന്ന് ആ ബ്രഷ് വെച്ചിട്ടൊന്ന് ഉരച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ സൈഡൊക്കെ നല്ല വൃത്തിയാവും. ഇത് കണ്ടില്ലേ, ആ ഗ്യാപ്പിലൊന്നും നമുക്കൊന്നും ചിലപ്പോൾ സ്ക്രബ്ബർ കൊണ്ട് തേച്ചാൽ അത് ശരിക്കും പോവില്ല. അതേപോലെ തന്നെ ഗ്രൈൻഡറുടെ അകത്തുള്ള ഈ ഭാഗം കേട്ടോ, അതിലും തന്നെ ബ്രഷ് വയ്ക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ അടിപൊളിയായിട്ട് മാവ് വല്ലതും പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ക്ലീൻ ചെയ്ത് കിട്ടും. പിന്നെ അതേപോലെ തന്നെ താഴത്തെ ഭാഗവും ഇതിലും തന്നെ, ഇതിലാണെങ്കിലും കുറച്ച് ഇതായതുകൊണ്ട് സ്ക്രബ്ബർ കുറച്ച് കിടക്കും, പക്ഷെ നമ്മുടെ കൈ കിടക്കില്ല. അപ്പോൾ ഈ ഒരു ബ്രഷ് ഉണ്ടെങ്കിൽ പുതിയതായതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല, നമുക്ക് ക്ലീനായിട്ട് അതിനെ ഒന്ന് കഴുകിയെടുക്കാൻ പറ്റും. പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൽ മാവൊക്കെ ഉണ്ടാവുമ്പോൾ അതിൽ ഈ പിടിച്ച് നിന്നിട്ട് നമ്മളിനി ഏകദേശം എല്ലാവരും തന്നെ ഏകദേശം ഒരു 4-5 ദിവസത്തേക്കുള്ള മാവ് അരച്ച് വെക്കുമല്ലോ. അതേപോലെ ആ കല്ലിലും തന്നെ ആ സൈഡിലുള്ള ഇതിലൊക്കെ മാവ് വരും. അതേപോലെ കല്ലിൻ്റെ സൈഡുകളിൽ, അതുപോലെ വീലിൽ, പിന്നെ അതിൻ്റെ ഉള്ളിൽ ഇവിടെയൊക്കെ നിൽക്കണതൊക്കെ ചിലപ്പോൾ സ്ക്രബ്ബർ കൊണ്ട് പോകണമെന്നില്ല. അപ്പോൾ ഞാനിങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ നിങ്ങളൊക്കെ അതെങ്ങനെയാണ് ചെയ്യാറ്? വല്ല പുതിയ ഐഡിയ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. പിന്നെ നിങ്ങൾ എവിടെ നിന്നാണ് ഈ വീഡിയോ കാണുന്നത് ഒക്കെ കമൻറ്റ് ചെയ്യൂ. ഓക്കെ. അതേപോലെ തന്നെ ഇതുപോലെ ബ്രഷ് വെച്ച് ചെയ്യുമ്പോൾ വേറൊരു ഗുണം കൂടിയുണ്ട്. അല്ലെങ്കിൽ ഈ സാധനങ്ങൾ പറ്റി പിടിച്ചിട്ട് നമ്മൾ പിന്നെ ഒരു 4-5 ദിവസം കഴിഞ്ഞ് എടുക്കുമ്പോൾ അതിൽ ചിലപ്പോൾ തണുപ്പൊക്കെ ഉണ്ടെങ്കിൽ ഫംഗസ് വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് വീണ്ടും ഈ പാർട്ടൊക്കെ വന്ന് നമുക്ക് ബ്രഷ് ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നന്നായിട്ട് കഴുകിയെടുക്കാൻ പറ്റും, കല്ലിലും ഒക്കെ കേട്ടോ. അതേപോലെ തിരിച്ചും തന്നെ ഇങ്ങനെയുള്ള ഏരിയയൊക്കെ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗ്രൈൻഡർ ഉണ്ടെങ്കിൽ, മിക്സി ആണെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക, ഇതേപോലെ ബ്രഷ് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയെടുക്കാൻ കേട്ടോ. ഓക്കെ. നമ്മളിനി അടുത്തത് മിക്സിയിലേക്ക് പോവുക. മിക്സിയാണ് അടുത്തത് കഴുകാൻ പോകണം കേട്ടോ. മിക്സിയിലും തന്നെ ഈ സ്ക്രൂ ഉള്ള പാർട്ട്, അതിൻ്റെ ഇടയിലൊക്കെ വന്നിട്ട് അറിയാതെ കുറച്ച് നമ്മൾ അരയ്ക്കുമ്പോഴുള്ള പാർട്ടിക്കിൾസൊക്കെ അതിൽ നിൽക്കും. അപ്പോൾ അതൊക്കെ വന്നിട്ട് ഇതുപോലെ ഒരു ബ്രഷ് നമ്മൾ വാഷ് ഏരിയയിലും, അതുപോലെ മിക്സിയുടെ അടിയിൽ, ഇത് ഭയങ്കര മസ്റ്റാണ് കേട്ടോ. ഇത് മേ ബി ആരും നോട്ടീസ് ചെയ്യാത്ത ഒരു പാർട്ടാണ്. പക്ഷേ ഇതിപ്പോൾ ഞാൻ എപ്പോഴും ചെയ്യണമുണ്ട്, ഇപ്പോൾ വീഡിയോന് വേണ്ടി ഇപ്പോൾ കാണിക്കുകയാണ്. അതുകൊണ്ട് വലിയ അഴുക്കൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി എടുത്തതാണ് ഞാൻ, പക്ഷേ എല്ലാ പ്രാവശ്യവും ഇതുപോലെ ചെയ്യാറുണ്ട്. അതേപോലെ നമുക്ക് ഈവൻ വാഷിംഗ് മെഷീനും ചെയ്യാം. വാഷിംഗ് മെഷീനിൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യണത്, നമ്മളത് സർഫ് ഇടുന്ന ആ ഭാഗമില്ലേ ഫ്രണ്ടിൽ, ടോപ്പ് ലോഡിങ്ങിൻ്റെ സാംസങ്ങിനാണ് ഞാൻ പറയുന്നത് കേട്ടോ. ആ ഭാഗം ഒന്ന് അതിന് നമ്മൾ വേറെ ബ്രഷ് വയ്ക്കണം കേട്ടോ. അതായത് ഗ്രൈൻഡർ, മിക്സി അതൊക്കെ നമ്മൾ ഫുഡിന് വേണ്ടി ഉപയോഗിക്കണമായതുകൊണ്ട് അതിന് വേറെ ബ്രഷ്, ക്ലീനിങ്ങിന് വേറെ ബ്രഷ്, അങ്ങനെ ഞാൻ 2-3 ബ്രഷ് വെച്ചിട്ടുണ്ട് ഓരോന്നിനും കേട്ടോ. എന്നിട്ട് വാഷിംഗ് മെഷീൻ്റെ ആ സർഫ് ഇടുന്ന ഏരിയ ക്ലീൻ ചെയ്ത ശേഷം ഉള്ളിൽ വന്ന് നെറ്റുണ്ട്, അതായത് നമ്മൾ അലക്കുമ്പോൾ
വസ്ത്രങ്ങളുടെ ഉള്ള പൊടിയോ അതല്ലെങ്കിൽ നൂലോ ഒക്കെ അതുപോലെ ഈ ഭാഗത്ത് വന്നിട്ട് അടിഞ്ഞുകൂടി ആ നെറ്റിലൊക്കെ ചളിയാവും. അപ്പോൾ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യണമെങ്കിൽ കുറച്ച് ബ്രഷ് ഉണ്ടെങ്കിൽ നന്നായിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങളെങ്ങനെ ചെയ്യണമെന്നൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഞാനിങ്ങനെയാണ് ചെയ്യാറ്. അതേപോലെ ആ നെറ്റും ബ്രഷും എടുത്തിട്ട് നമ്മളിതിപ്പോൾ ഞാൻ എപ്പോഴും ചെയ്യണമുണ്ട് അതിലത്ര അഴുക്കില്ല. നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ അഴുക്ക് ഇതിൽ അടിഞ്ഞു കൂടി പിന്നെ അത് നമുക്ക് തുണിയിലേക്കൊക്കെ വരും. അതിങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്കിതുപോലെ അതിലേക്ക് തന്നെ ഫിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ വേറൊരു സംഭവം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം സാംസങ്ങിൻ്റെയാണ് ഞാൻ പറയണം കേട്ടോ. ബാക്കിൽ വാട്ടർ പൈപ്പ് ഉണ്ട്, ഇൻലെറ്റ് പൈപ്പ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ആദ്യം ടാപ്പ് ക്ലോസ് ചെയ്യണം കേട്ടോ, ഇൻലെറ്റ് ടാപ്പ്. എന്നിട്ട് ഈ സാധനം ഓപ്പൺ ചെയ്യുക ബാക്കിൽ. അപ്പോൾ അതിലിതാ ഒരു കുഞ്ഞ് നെറ്റ് കാണാം. എത്ര പേർക്ക് ഇതൊക്കെ അറിയും എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ചെയ്യാറുണ്ടോ ഒക്കെ കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഈ കുഞ്ഞ് നെറ്റിൽ നല്ല അഴുക്കടിഞ്ഞു കൂടും. വെള്ളത്തിൻ്റെ അടിഞ്ഞു കൂടിക്കഴിഞ്ഞാൽ എന്താവും, ഇൻലെറ്റ് വെള്ളം വരുന്നത് കുറയും, അതിൻ്റെ ഫോഴ്സ് കുറയും. അപ്പോൾ ഇത് എടുത്തിട്ട് അതേപോലെ നമ്മൾ മറ്റേ നമ്മുടെ ബ്രഷ് കൊണ്ട് ക്ലീൻ ചെയ്ത് അതിനെ ഒന്ന് ഫിക്സ് ചെയ്തിട്ട് നമ്മൾ അഗെയിൻ ആ ടാപ്പ് അത് ക്ലോസ് ചെയ്ത് കൊടുക്കുക, ഇൻലെറ്റ് ടാപ്പ് കേട്ടോ. എന്നിട്ട് മറക്കാതെ ഇൻലെറ്റ് ടാപ്പിൻ്റെ മെയിൻ പൈപ്പ് ഓൺ ചെയ്യുകയും വേണം കേട്ടോ, അല്ലെങ്കിൽ വെള്ളം വാഷിംഗ് മെഷീനിലേക്ക് വരില്ല. അത് മറക്കരുതേ. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യൂ. വീണ്ടും പുതിയ വീഡിയോയുമായി കാണാം കേട്ടോ. ബൈ.